അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ സുഹൃത്തുക്കളെ, അടിമത്തവുമായി ബന്ധപ്പെട്ട് 3 വിഷയാവതരണം നടത്താനാണ് ആഗ്രഹിച്ചത്. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ അത് നല്ല രീതിയിൽ അത് പൂർത്തീകരിക്കാൻ സാധിച്ചു. അതിനോട് ലിയാഖത്ത് അലി ചില പ്രതികരണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അത് വളരെ കൃത്യമായി ഞാനത് ശ്രദ്ധിക്കുകയും അതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യങ്ങൾ ഞാൻ പ്രത്യേകം ക്ലിപ്പുകളാക്കി ഞാൻ സൂക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ അതിലേക്കൊക്കെ കിടക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ വീഡിയോയിൽ ലിയാഖത്ത് അലി എനിക്കെതിരെ ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. അത് ആദ്യം ഒന്ന് സെറ്റിൽ ചെയ്തതിന് ശേഷം നമുക്ക് തുടർ ചർച്ചകളിലേക്ക് പോകാം. എന്താണ് അദ്ദേഹത്തിന് എന്നെക്കുറിച്ച് പറയാനുള്ളത് അതാദ്യം നമുക്കൊന്ന് കേട്ടു നോക്കാം. മുമ്പ് ഞാൻ എക്സ് മുസ്ലിം ആയിട്ടുള്ള ഈ ലിയാഖത്ത് അലിയുടെ റൂമിൽ പോയി സംസാരിക്കുന്ന സമയത്ത് അവിടെ കുറേ എക്സ് മുസ്ലിങ്ങൾ ഒരു 10-15 എണ്ണം അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അവർ ചോദിച്ചു, പ്രവാചകനല്ലാത്ത വേറെ ആരെങ്കിലും യുദ്ധത്തിൽ അടിമകളെ പിടിക്കുമോ എന്ന് വലിയൊരു കാര്യമായിട്ട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ പറയപ്പെടുന്ന യുദ്ധം, ഖൈബർ യുദ്ധത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നേരിടുന്നത് ജൂതന്മാരെയാണ്. ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം ആ യുദ്ധത്തിൽ മുസ്ലിങ്ങൾ പരാജയപ്പെട്ടാൽ പുരുഷന്മാരെ മുഴുവൻ കൊന്ന് സ്ത്രീകളെയും കുഞ്ഞുങ്ങളെ അടിമകളാക്കാൻ അവരുടെ തോറയിൽ നിയമമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു, ഇല്ല, അങ്ങനെ ഒരു നിയമം ഉണ്ടെങ്കിൽ കാണിക്കാൻ പറഞ്ഞു. ഞാൻ ഇവരുടെ ബൈബിളിലെ ആവർത്തന പുസ്തകം എടുത്ത് ഈ നിയമം വായിച്ച് കേൾപ്പിച്ചപ്പോൾ ആശ്ചര്യത്തോടുകൂടി ഇരിക്കുകയും വീണ്ടും തർക്കിച്ച് അതൊരു നിയമമല്ല, അതൊരു സമയത്ത് മാത്രം പറ്റിപ്പോയതാന്നൊക്കെ പറഞ്ഞ് വെറുതെ വർത്തമാനം പറയുന്നത് കണ്ടു. എന്നെ പൊന്നാര ഈസ സാഹിബേ, കാലം കുറേ ആയി എന്നതുകൊണ്ടും ഞാൻ നിങ്ങളുടെ പുറകെ ഇല്ല എന്നുള്ളത് കൊണ്ടും ഇതുപോലത്തെ ഒരു ബഡായി അടിച്ചു വിടണം. ആ ദൗത്യം കൂടി, ആ ഉത്തരവാദിത്വം കൂടി നിങ്ങളെ ഏൽക്കണം. എന്തിനാണ് ഈ ബഡായി പറയുന്നത്? ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടോ? നടന്നിട്ടുണ്ടെങ്കിൽ എവിടെ, എപ്പോൾ? തെളിവ് വെക്കൂ മുഹമ്മദ് ഈസ. എന്താണ് എൻ്റെ ചോദ്യം? മുഹമ്മദ് നബി അല്ലെങ്കിൽ അടിമത്തം ഏകപക്ഷീയമായി നിർത്തലാക്കാൻ പറ്റുമായിരുന്നില്ല എന്ന് പറഞ്ഞ വാദത്തിന് മുഹമ്മദ് ചെയ്തതുപോലത്തെ അക്രമം മുഹമ്മദിന്റെ സംഘത്തോട് വേറെ ആരെങ്കിലും ചെയ്തതായിട്ട് തെളിവുണ്ടോ എന്ന് ചോദിക്കല്ലേ ചെയ്തത്. അതിന് നിങ്ങൾ തെളിവ് തന്നോ? അതിന് നിങ്ങൾ ഈ പറഞ്ഞ രീതിയിൽ അവിടെ സംഭവം നടന്നോ? തോറയിലെ നിയമം എടുത്ത് വായിച്ചു, എൻ്റെ കണ്ണ് തള്ളിപ്പോയി. തോറയിൽ അങ്ങനെയൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് തോറയെ ഞാൻ ജൂതന്മാരുടെ നിയമത്തെ ഞാൻ ഡിഫെൻഡ് ചെയ്തു. എന്തിനാണ് ഈ ബഡായി അടിച്ചു വിടുന്നത്? ശുദ്ധമായ ബഡായി അല്ലേ? ഈ വിഷയം ഇദ്ദേഹം പറഞ്ഞത് എന്താണെന്നും എന്തായിരുന്നു ഞാൻ ചോദിച്ചത് എന്നും ആ ഒരു ഭാഗത്ത് ഞാനും ഇദ്ദേഹം തമ്മിൽ നടന്ന 20-25 മിനിറ്റ് നീളമുള്ള സംഭാഷണത്തിന്റെ പൂർണ്ണ രൂപം ഞാൻ ഇന്ന് ഇതിന് മറുപടി എന്ന രീതിയിൽ മുഹമ്മദ് ഈസയുടെ കുസൃതി എന്ന ടൈറ്റിലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ലിയാഖത്ത് പറയുന്നത് മുഹമ്മദ് ഈസ വലിയൊരു ബഡായി ആണ് പറഞ്ഞത്, അല്ലെങ്കിൽ തെളിവ് തരണം. വളരെ ന്യായമായ ഒരു ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ താങ്കൾക്ക് ഞാൻ തെളിവ് തരികയാണ്. ഈ സംഭവം നടക്കുന്നത് 2021 ഡിസംബർ കാലത്താണ്. ഒരു ക്ലബ് ഹൗസ് ഡിസ്കഷനാണ്. ഞാൻ ഉറങ്ങാൻ പോകുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് ഈ ക്ലബ് ഹൗസിലേക്ക് ഒന്ന് കയറിയപ്പോൾ ഒരു രാത്രി 10:30 ആയ സമയത്ത് ഈ ലിയാഖത്ത് അലിയും കുറച്ച് ഈ മുർത്തദുകളായിട്ടുള്ള ആളുകൾ ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലിയാഖത്ത് അലി, ഷിഹാബുദ്ദീൻ മേത്തർ, ഉമ്മർ, റൌഫ് ബിൻ ഉമ്മർ, ഫഹീം, ഷെറിൻ എന്നൊക്കെ പറഞ്ഞ് കുറേ ആളുകൾ, അവരെല്ലാവരും ഇരുന്നിട്ട് ഇസ്ലാമിനെതിരായിട്ട് ഇങ്ങനെ ഓരോ കുറ്റങ്ങൾ ഇങ്ങനെ പറയുകയാണ്. അപ്പം ഞാൻ കേൾക്കുന്നത് ഉമ്മറിൻ്റെ സംസാരമാണ്. ഉമ്മർ ഇങ്ങനെ സഫിയ ബീവി ഇങ്ങനെ അടിമയാക്കപ്പെടുന്ന സംഭവങ്ങളും വിവാഹവുമായി ബന്ധപ്പെട്ട സംഭവങ്ങളൊക്കെ വളരെ വൈകാരികമായ രൂപത്തിൽ അദ്ദേഹം ഇങ്ങനെ അവതരിപ്പിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ അവതരണം വളരെ വൺ സൈഡഡ് ആയിട്ട് പൂർണ്ണമായും യഹൂദന്മാരെ ന്യായീകരിച്ചുകൊണ്ട്, വളരെ പാവങ്ങളായിട്ടുള്ള യഹൂദന്മാരെ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ പോയി യുദ്ധം ചെയ്തു എന്നൊക്കെ രൂപത്തിൽ അദ്ദേഹം വളരെ വൈകാരികമായി ഇങ്ങനെ ഇതൊന്നും അറിയാത്ത അമുസ്ലിങ്ങളായിട്ടുള്ള ആളുകളുടെ മുമ്പിലൊക്കെ അദ്ദേഹം ഇങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കുറച്ചു നേരം കേട്ട് കഴിഞ്ഞപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അതിലൊന്ന് ഇടപെട്ടാൽ കൊള്ളാമെന്ന് തോന്നി. ആ സമയത്ത് ഈ മുർത്തദുകളുടെ കൂട്ടത്തിലുള്ള ഒരു ഷാവുൽ ഹമീദ് എന്ന് പറയുന്ന ഒരു മാന്യനായ വ്യക്തി, അദ്ദേഹം എനിക്ക് മെസ്സേജ് അയച്ചു, ഈസ സംസാരിക്കുന്നോ എന്ന് ചോദിച്ചു. ഓക്കെ എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അവരുമായിട്ട് ആ സംഭാഷണത്തിൽ ഏർപ്പെട്ടു. ആ സംഭാഷണം പിറ്റേ ദിവസം രാവിലെ വെളുപ്പിനെ 1:30 വരെ അത് നീണ്ടുപോവുകയും ചെയ്തു. ആ വീഡിയോ ലിയാഖത്ത് അദ്ദേഹത്തിൻ്റെ ചാനലിൽ 2021 ഡിസംബർ 16 അദ്ദേഹം ഉത്തരം മുട്ടിയ എമുക്കൾ വിജയ ശ്രീലാളിതനായി മുഹമ്മദ് ഈസ എന്ന തലക്കെട്ടോടുകൂടി അദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഏതാണ്ട് 1 ലക്ഷത്തോളം ആളുകൾ ആ വീഡിയോ കണ്ടിട്ടുണ്ട്. അതേ വീഡിയോ തന്നെ എൻ്റെ ചാനലിൽ ഇസ്ലാം ഉപേക്ഷിച്ചവരുമായി വാദപ്രതിവാദം ക്ലബ് ഹൗസ് ഡിസ്കഷൻ എന്ന തലക്കെട്ടിൽ 2021 ഡിസംബർ 25 ഞാനും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഏതാണ്ട് 90,000 ആളുകൾ അത് കാണുകയും ചെയ്തിട്ടുണ്ട്. ലിയാഖത്ത് അലി അദ്ദേഹത്തിൻ്റെ ചാനലിൽ ഇങ്ങനെ പ്രസിദ്ധീകരിക്കുമ്പോൾ
സ്വാഭാവികമായിട്ടും ഒരു ക്ലബ് ഹൗസ് ഡിസ്കഷൻ എന്ന് പറയുമ്പോൾ അവിടെ അൺവാണ്ടഡ് ആയിട്ടുള്ള പല സംസാരങ്ങളുണ്ടാവും. രണ്ടു കൂട്ടരും എഡിറ്റ് ചെയ്തിട്ടാണ് കയറ്റിയത്. പക്ഷേ ലിയാഖത്തിൽ എഡിറ്റ് ചെയ്തപ്പോൾ ഇവരുടെ ചോദ്യത്തിന് ഞാൻ മറുപടി പറയുന്ന ഭാഗം അങ്ങ് എഡിറ്റ് ചെയ്തിട്ടാണ് കയറ്റിയത്. ഇതെൻ്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ചാനലിൽ 10 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ മറുപടി പറയുന്ന ഭാഗം കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഞാനും പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. എന്നാൽ അന്ന് ഈ ലിയാഖത്ത് അലിയുമായിട്ടോ അല്ലെങ്കിൽ എമുക്കളുമായിട്ടോ ബന്ധപ്പെട്ട ചർച്ചയിൽ ഞാൻ ഏർപ്പെടാത്തത് കൊണ്ട് ഞാനിവിടെ ലിയാഖത്ത് അലി കാണിച്ച കാര്യങ്ങൾ വിശദീകരിക്കാൻ വേണ്ടി ഒരു വീഡിയോ ചെയ്യുകയോ ഒന്നും ചെയ്തിരുന്നില്ല. എന്നാൽ അന്ന് ലിയാഖത്ത് അലി കാണിച്ച ആ കുരുട്ടുബുദ്ധിയുടെ ഭവിഷ്യത്താണ് ഈ ഒരു ബഡായി ആരോപണം എനിക്കെതിരെ ഉന്നയിക്കാനുള്ള കാരണമായിട്ട് ഇപ്പോൾ മാറിയിട്ടുള്ളത്. അത് നിങ്ങൾക്ക് പുറകാലെ മനസ്സിലാകും. ഇവിടെ ലിയാഖത്ത് അലി എന്നോട് ചോദിക്കുന്ന ആ ചോദ്യം നിങ്ങളൊന്ന് കേട്ടോളൂ. അടിമകളെ എടുത്തിരുന്നു എന്ന് പറയുന്നതിന് ന്യായം പറഞ്ഞത് അവർ ഇങ്ങോട്ട് ആക്രമിച്ചാൽ അവരും അടിമകളെ പിടിക്കാൻ സാഹചര്യം ഉണ്ടാവുമായിരുന്നു എന്നാണ്. ഒറ്റ ചോദ്യം, എന്റെ പോയിന്റ് നമ്പർ 2 ചോദ്യം. മുഹമ്മദും കൂട്ടരും പരാജയപ്പെട്ട ഏതെങ്കിലും യുദ്ധത്തിൽ ഏതെങ്കിലും ഒരു മുസ്ലിം സ്ത്രീയെ അടിമകളാക്കി ഏതെങ്കിലും ഒരു ഇസ്ലാമിന്റെ ശത്രുസേന പിടിച്ചുകൊണ്ടതായിട്ട് തെളിവുണ്ടോ? ഉണ്ടെങ്കിൽ ഏത് യുദ്ധത്തിൽ ആരെയാണ് അടിമയാക്കി പിടിച്ചത്? മുഹമ്മദ് ഈസ പറയണം. ലിയാഖത്ത് അലിയുടെ ചോദ്യം മനസ്സിലായല്ലോ. ഇനി അതേ ചോദ്യം റൌഫ് ബിൻ ഉമർ എന്ന് പറയുന്ന ആള് വീണ്ടും ആവർത്തിക്കുന്ന കാണാം. അതിനു മുമ്പ് അദ്ദേഹം കുറേ പ്രസംഗിക്കുന്നുണ്ട്, അതൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. നിങ്ങൾ ആ സ്പീക്കേഴ്സ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ റൌഫ് ബിൻ ഉമറിന്റെ പേര് നിങ്ങൾക്ക് കാണാം. വിജയിച്ച യുദ്ധത്തിൽ നബി ഇങ്ങനെയാണ് പരാജയപ്പെട്ട പക്ഷത്തെ ട്രീറ്റ് ചെയ്തത്. ഇത്രയും കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു എങ്ങനെ ട്രീറ്റ് ചെയ്ത്. ഇനി നബി പരാജയപ്പെട്ട യുദ്ധത്തില് നബിയുടെ സൈന്യത്തെ എങ്ങനെയാണ് എതിർ സൈന്യം ട്രീറ്റ് ചെയ്തത് എന്ന് അവിടെ നിങ്ങൾ പറഞ്ഞല്ലോ നേരത്തെ. അവിടുത്തെ അവസ്ഥ അന്നത്തെ കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ ആയിരുന്നു രീതികൾ എന്ന് പറഞ്ഞു. അതിൽ നബി കാണിച്ച രീതി ഞാൻ ഇവിടെ വിശദമായിട്ട് തന്നെ പറഞ്ഞു എന്ന് കരുതുന്നു. ഇനി നബി പരാജയപ്പെട്ട യുദ്ധം ഉണ്ടെങ്കിൽ അതിൽ നബിയെ തിരിച്ച് ഇവരെങ്ങനെയാണ് ട്രീറ്റ് ചെയ്തതെന്ന് എനിക്കൊന്ന് പറഞ്ഞു തരണം ഈസ. എനിക്ക് വേറെ ക്വസ്റ്റ്യൻ ഒന്നുമില്ല, കാരണം 3 തവണ ഈ ക്വസ്റ്റ്യൻ താങ്കളോട് ചോദിച്ചു, 3 പേരാ ചോദിച്ചത്. ഇതെങ്കിലും ഒന്ന് അഡ്രസ് ചെയ്യണം എന്ന് അപേക്ഷിക്കുന്നു. താങ്ക് യു. അപ്പോൾ 3 പേര് ചോദിച്ചിട്ടുണ്ട്. ഒന്ന് ലിയാഖത്താണ്, 2 ഫഹീമാണ്, പിന്നെ റൌഫ് ബിൻ ഉമർ. ഈ 3 ആളുകൾ ഒരൊറ്റ ചോദ്യം തന്നെയാണ് ചോദിക്കുന്നത്. അതിന് ഞാൻ നൽകുന്ന മറുപടി നിങ്ങളൊന്ന് കേട്ടു നോക്കുക. ഏതായാലും തോറക്കാരുടെ പുസ്തകത്തിലും യുദ്ധം ചെയ്യുന്നവരെ എല്ലാത്തിലും അവരെ അടിമയാക്കുക എന്ന് അങ്ങനെയുള്ള ആളുകളെ, പുരുഷന്മാരെ കൂട്ടക്കൊല, തോറയുടെ നിയമപ്രകാരമാണെങ്കിൽ പുരുഷന്മാരെ, യഹൂദന്മാരുടെ നിയമപ്രകാരമാണെങ്കിൽ പുരുഷന്മാരെ കൂട്ടക്കൊല ചെയ്ത് സ്ത്രീകളെയും കുട്ടികളെ അടിമയാക്കാന്നാണ്. അപ്പം അവരെ സംബന്ധിച്ചാൽ അവർക്ക് അടിമയാക്കാമെന്നുള്ള നിയമം അവരുടെ വേദഗ്രന്ഥത്തിൽ തന്നെ എഴുതി വെച്ചതായി അവർ ഇന്നും വായിക്കുന്നു, ഇന്നും അവർ സമ്മതിക്കുന്നു, ഞങ്ങളുടെ കയ്യിൽ അതുണ്ട്. അപ്പൊ നിങ്ങൾ ചോദിക്കുന്നത് അതിന്റെ ഒരു ചരിത്രം ഉണ്ടോ എന്നുള്ളത്. ഞാനിപ്പം എന്റെ കയ്യിൽ ഞാൻ എന്റെ ഓർമ്മയിൽ ഞാൻ ഇനി അത് എടുക്കണം, അത് വായിക്കണം. നിങ്ങൾ ഇനി ഇല്ലാന്ന് പറയും. അങ്ങനാണെങ്കിൽ ഞാൻ അടുത്ത ദിവസം അത് നോക്കിയിട്ട് ഞാൻ അടുത്ത റൂം ഇട്ടിട്ട് ഞാൻ അത് പറയാം. നിങ്ങൾ പറയും, തീർത്തു പറയും, നബിയോട് യുദ്ധം ചെയ്ത സമയത്ത് മുസ്ലിങ്ങളെ തോപ്പിച്ചാൽ മുസ്ലിങ്ങളെ ആരെ അടിമകളാക്കി പിടിക്കുന്ന ഒരു ഏർപ്പാട് അമുസ്ലിങ്ങൾക്കില്ലായിരുന്നു. യുദ്ധത്തിൽ ഒന്നെങ്കിൽ കൊല്ലുക അല്ലെങ്കിൽ വിടുക എന്നുള്ളതല്ലാതെ ഒന്നെങ്കിൽ കൊല്ലാൻ പറ്റിയാൽ കൊല്ലും, അടിമയാക്കുന്ന ഒരു പരിപാടി അവർക്ക് ഉണ്ടായിരുന്നില്ല എന്ന് ഇപ്പൊ ലിയാഖത്തും ഫഹീമും റൌഫും ഒക്കെ ഇവിടെ ആവർത്തിച്ച് പറഞ്ഞത് കൊണ്ട് അത് നിങ്ങളുടെ ഒരു നിലപാടായിട്ട് ഞാൻ വേണമെങ്കിൽ സ്വീകരിച്ചേക്കാം. സ്വീകരിച്ചിട്ട് ഞാൻ അതൊന്ന് പരിശോധിച്ചിട്ട് അടുത്ത ദിവസം ഞാൻ അത് ഡീറ്റെയിൽ ചെയ്യാം. കാരണം നിങ്ങളൊരു സംഭവം പറഞ്ഞാൽ ഞാൻ എനിക്ക് തെളിവ് പറയണം. ഞാനിപ്പോ അതിനുവേണ്ടി വന്നാലോ, ഉമർ ഇവിടെ സഫ്യാബിയുടെ കാര്യം വന്നപ്പോൾ കയറി വന്നാണ്. അപ്പോൾ തോറയുമായി ബന്ധപ്പെട്ട നിയമം ഞാനിവിടെ പറഞ്ഞിട്ടുണ്ടോ? വളരെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു. മുസ്ലിങ്ങളുമായി യുദ്ധത്തിലേർപ്പെട്ട യഹൂദന്മാർക്കും സമാനമായ നിയമം അവർ വിശ്വസിക്കുന്ന അവരുടെ തോറയിൽ ദൈവിക നിയമമായിട്ടുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയാൽ പുരുഷന്മാരെ മുഴുവൻ കൊല്ലാനും സ്ത്രീകളെയും കുട്ടികളെയും അടിമകളായി പിടിക്കാനും അവർക്ക് നിയമമുണ്ട്. ഇവരൊരു സംഭവമാണ് ചോദിക്കുന്നതെങ്കിൽ അവർക്ക് അങ്ങനെ ഒരു നിയമമുണ്ട് എന്ന വലിയ മറുപടിയാണ് ഞാൻ കൊടുക്കുന്നത്. എന്നാൽ ഇവർ പറയുന്നത് പോലെ ഒരു സംഭവം ഇങ്ങനെ മുസ്ലിങ്ങൾ പരാജയപ്പെട്ടിട്ട് ശത്രുക്കൾ വന്ന് പിടിക്കുന്ന പോലെ ഒരു സംഭവം ഉണ്ടാവണമെങ്കിൽ പ്രവാചക ജീവിതത്തിൽ എപ്പോഴെങ്കിലും പ്രവാചകൻ ഒരു യുദ്ധത്തിൽ പൂർണ്ണ അർത്ഥത്തിൽ പരാജയപ്പെട്ടതായിട്ട് നമ്മൾ കാണുന്നില്ല. ഇനി അവർ ഉഹുദിനെ സംബന്ധിച്ചാണ് പറയുന്നതെങ്കിൽ അവിടെ ആദ്യം മുസ്ലിങ്ങൾക്ക് വിജയം കിട്ടുകയും എന്നാൽ പിന്നീട് മുസ്ലിങ്ങൾ അശ്രദ്ധരായ സമയത്ത് ശത്രുക്കൾ പുറകിൽ നിന്ന് ആക്രമിക്കുകയും ആ സമയത്ത് നേരിയ ഒരു പരാജയത്തിൻ്റെ ഒരു അവസ്ഥ സംഭവിച്ചെങ്കിലും ഉടൻ തന്നെ മുസ്ലിം സൈന്യം ശക്തി ആർജിച്ചുകൊണ്ട് അതിനെ പ്രതിരോധിക്കുകയും അവർ പിൻവാങ്ങുകയാണ് ചെയ്തത് എന്നതല്ലാതെ മുസ്ലിങ്ങൾ അവിടെ ബന്ദിയാക്കപ്പെട്ട് പ്രവാചകനും അനുചരന്മാരും ഈ പറയപ്പെടുന്ന ശത്രുക്കളുടെ മുമ്പിൽ പെട്ട ഒരവസ്ഥ നമ്മൾ ചരിത്രത്തിൽ എവിടെയും വായിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇവരോട് പറഞ്ഞു, ഇതൊരു ചോദ്യം പോലെ നിങ്ങൾ ചോദിക്കാതെ ഇത് നിങ്ങളുടെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നിങ്ങൾ പറ.
മുസ്ലിങ്ങളല്ലാതെ വേറെ ആർക്കും ഈ പറയപ്പെടുന്ന പോലെ യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയാൽ അടിമയാക്കാൻ അന്ന് അവർക്ക് നിയമമില്ലായിരുന്നു, അവരങ്ങനെ ചെയ്യുന്നവരല്ലായിരുന്നു എന്നൊരു സ്റ്റേറ്റ്മെൻ്റായിട്ട് നിങ്ങൾ പറ. അങ്ങനാണെങ്കിൽ ഞാൻ പരിശോധിച്ചിട്ട് തെളിവ് തരാം. എന്നാൽ നിങ്ങളുടെ ഈ ചോദ്യത്തിന് മറുപടിയായിട്ട് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള തെളിവ് യഹൂദന്മാർക്ക് അഥവാ മുസ്ലിങ്ങളുമായി യുദ്ധത്തിൽ ഏർപ്പെട്ട യഹൂദന്മാർക്ക് സമാനമായ നിയമമുണ്ടെന്ന് ഞാൻ അവരുടെ മുമ്പിൽ വെച്ചു. അതിനോടുള്ള ലിയാഖത്തിൻ്റെ പ്രതികരണവും ശേഷം നടന്ന സംഭവങ്ങൾ നിങ്ങളൊന്ന് കേട്ടു നോക്ക്. മുഹമ്മദ് ഈസ പോകുന്നതിന് മുമ്പ് നമ്മൾ ഇത്ര നേരം സംസാരിച്ച ഇത് കേട്ടോണ്ടിരിക്കുന്ന ആളുകളുടെ ഒരു എന്തെങ്കിലും ഒരു ചെറിയൊരു കൺഫർമേഷൻ എന്തെങ്കിലും കാര്യത്തിൽ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഒരു ചോദ്യം ചോദിക്കണം. ഒന്ന്, അടിമത്തത്തിന്റെ കാര്യത്തിൽ ആരെങ്കിലും ഇസ്ലാം തോറ്റപ്പോ എങ്ങനെയാണ്, അല്ലെങ്കിൽ മുസ്ലിം പക്ഷം തോറ്റപ്പോ എങ്ങനെ ട്രീറ്റ് ചെയ്തു എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ല എന്ന് പറയുന്നത് വല്ലാത്തൊരു അവസ്ഥയാണ്. കാരണം അടിമത്തം നിരോധിക്കാത്തതിന്റെ ന്യായീകരണങ്ങളൊക്കെ കേട്ട് ഇരിക്കുന്ന നമ്മളെ സംബന്ധിച്ച് അത് വല്ലാത്ത തമാശയായിട്ട് തോന്നുന്നു. കാരണം ഇസ്ലാം തോറ്റ യുദ്ധങ്ങളിൽ അത് വളരെ കുറച്ചാണല്ലോ, അതിലെന്ത് സംഭവിച്ചു എന്ന് താങ്കൾക്ക് അറിയില്ല എന്ന് പറയുന്നത് എനിക്ക് കൗതുകമാണ് അത് കേൾക്കുമ്പോൾ. അപ്പോൾ ഞാൻ തോറയിൽ നിന്ന് പറഞ്ഞ തെളിവിനെ അത് കേൾക്കാത്ത മട്ടിൽ ലിയാഖത്ത് അലി വീണ്ടും തൻ്റെ പ്രതികരണം ആവർത്തിക്കുകയാണ്. മുഹമ്മദ് ഈസ ആ വിഷയത്തിൽ തെളിവൊന്നും പറഞ്ഞിട്ടില്ല എന്ന്. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ അടുത്ത അനുയായി അല്പം കൂടി വാശിയോടുകൂടിയാണ് അദ്ദേഹം പറയുന്നത് ഈസ പറഞ്ഞതുപോലെ തോറയിൽ ഒരു സംഭവം തന്നെ ഇല്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു വാദം വെക്കുന്നു. ഞാൻ തെളിവ് ഉദ്ധരിക്കുന്നു. ശേഷം നടന്നത് എന്താണെന്ന് നിങ്ങൾക്ക് കാണാം. പിന്നെ ഒരു കാര്യം പറയാം, ഇത് ഈ പറയുന്ന മതവിശ്വാസികളുടെ ഒരു ഗ്രൂപ്പ് അല്ലാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ ഒരു മതത്തെയും ഗ്ലോറിഫൈ ചെയ്യാനിരിക്കുന്നില്ല. അപ്പോൾ ആ ഒരു അവസരം നോക്കിയിട്ട് എന്നാൽ പിന്നെ തോറയിലേക്കും ബൈബിളിലേക്കൊക്കെ കയറ്റി വെച്ച് നമുക്ക് അങ്ങ് ന്യായീകരിച്ച് പോയേക്കാം എന്ന് കരുതുന്നത് ശരിയല്ല. കാരണം താങ്കൾ ഈ ബൈബിൾ തോറ, ഞങ്ങൾക്ക് എല്ലാ മതഗ്രന്ഥങ്ങളും വായിച്ചിട്ടുള്ളവരാണ്. മിനിമം ഇസ്ലാമിൻ്റെയും ഈ ക്രിസ്ത്യാനിയുടെയും പിന്നെ ഹിന്ദുവിൻ്റെയും ഗ്രന്ഥങ്ങളൊക്കെ വായിച്ചിട്ടുള്ളവരാണ്. താങ്കൾ ഇവിടെ പറഞ്ഞിരുന്നു ബൈബിളിൽ അല്ല യഹൂദരുടെ തോറ എന്ന് പറയുന്നത് ക്രിസ്ത്യാനികളുടെ നിയമമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനകത്ത് യുദ്ധത്തിൽ കുട്ടികളെയും പിന്നെ സ്ത്രീകളെയും അടിമകളാക്കി എടുക്കാമെന്നൊരു നിയമമുണ്ടെന്ന്. അത് പച്ചക്കള്ളമല്ലേ? എന്തിനാണ് താങ്കൾ ഒരു കാര്യം പറയുമ്പോൾ താങ്കൾക്ക് അതിന് ഒന്നല്ലെങ്കിൽ താങ്കൾ പറയുമ്പോൾ അതിന് വ്യക്തമായ റെഫറൻസ് വയ്ക്കണം. ഏതാണ് കളവ് പറഞ്ഞ്? താങ്കൾ പറഞ്ഞ് തോറയില് ഈ യഹൂദർ യുദ്ധം ചെയ്തിട്ട് ആ പിന്നെ എതിരാളികളുടെ കുട്ടികളെയും സ്ത്രീകളെയും അടിമകളാക്കി വെക്കാം എന്നൊരു നിയമമുണ്ടെന്ന്. അങ്ങനെ തോറയിലില്ല. ഉണ്ടെന്ന് തെളിയിച്ചാൽ താങ്കൾ ഇപ്പൊ പരസ്യമായിട്ട് ക്ഷമ പറയൂ. താങ്കളെ റെഫറൻസ് പറയും. ഞാനിപ്പോ പറഞ്ഞ ഞാൻ പറഞ്ഞ യഹോ അല്ലല്ല ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. അല്ല, ഇതിനിടയിൽ ആരും ഇടപെട്ടുണ്ട്. ഞാൻ യഹോവ നല്ലവനാണോ അല്ല യഹോവനെ ഗ്ലോറിഫൈ ചെയ്യാനെന്നല്ല പറഞ്ഞത്. അങ്ങനെ ഒരു നിയമം ഇല്ല എന്നാ പറഞ്ഞത്. ഇദ്ദേഹം നിയമം ഉണ്ടെന്നാ പറഞ്ഞത്. ഞാൻ അങ്ങനെ നിയമം കാണിച്ചാൽ നിങ്ങൾ അങ്ങ് ക്ഷമ പറയൂ. ഇപ്പൊ തീർച്ചയായിട്ടും പറയും. താങ്കൾ എടുക്കൂ. അമലെന്തോ പറയാൻ മന്ത്രി തമ്മിൽ ഞാൻ പറഞ്ഞ ഓൾഡ് ടെസ്റ്റ്മെന്റിൽ അങ്ങനെ ഒരു സംഭവം ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ട്. ഈ കുട്ടികളെ മോസസിന്റെ അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അതൊരു നിയമമാണോ? നിയമമാണെന്ന് പറഞ്ഞു. കേട്ടോ. ആവർത്തന പുസ്തകം 20:13. അത് നിയമമാണോ? അവരങ്ങനെ പിടിച്ചെടുത്തിട്ടുണ്ടോ ഇല്ല എന്നുള്ളതല്ല പറഞ്ഞത്. അത് നിയമമാണെന്ന് നിങ്ങൾ പറഞ്ഞത്. നിയമം കേട്ടോ. നിന്റെ ദൈവമായ യഹോവ അത് നിന്റെ കയ്യിൽ ഏൽപ്പിച്ച ശേഷം അതിലുള്ള പുരുഷ പ്രജയൊക്കെയും വാളിന്റെ വായ്ത്തലയാൽ കൊല്ലണം. എന്നാൽ സ്ത്രീകളെയും കുട്ടികളെയും നാൽക്കാലികളെയും പട്ടണത്തിലുള്ള സകലത്തെയും അതിലെ കൊള്ളയൊക്കെയും നിനക്കായിട്ട് എടുത്തുകൊള്ളാം. മനസ്സിലായി? എന്നിട്ട് പിന്നെ അത് വീതം വെക്കുന്നതിനെ കുറിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ളതിൽ നിന്ന് ഒരാളെ നിങ്ങൾക്ക് ഭാര്യസ്ഥാനത്തേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടതുണ്ട്. അതൊക്കെ ഇഷ്ടം പോലെ ഇതിനകത്തുണ്ട്. അതൊരു നിയമമായിട്ടാണോ? നിയമം അത് അവിടെ അല്ലല്ല, അങ്ങനെ ഒരു നിയമമാണ് എല്ലാ യുദ്ധത്തിലും ചെയ്യണ്ടേ? എല്ലാ യുദ്ധത്തിലും അത് ചെയ്യണ്ടേ? എല്ലാ യുദ്ധത്തിലും ചെയ്തിട്ടില്ലെന്നേ. ചുമ്മാ ഞങ്ങൾ ഇതൊക്കെ വായിച്ചിട്ടുള്ളവരാണ് മുഹമ്മദ് ഈസ. ഞാൻ മനസ്സിലാക്കി കൊടുത്തോളം താങ്കൾക്ക് ബൈബിളിനെ പറ്റി ഒന്നും അറിയില്ല. അപ്പോൾ ലിയാഖത്തിലുള്ള തെറ്റിദ്ധാരണ മാറിയെന്ന് കരുതുന്നു. മുഹമ്മദ് ഈസ ബഡായി പറഞ്ഞതല്ല, അങ്ങനെ ഒരു സംഭവം അവിടെ നടന്നു. അവർ ചോദിച്ചു, തോറയിൽ തെളിവില്ല എന്ന് പറഞ്ഞു. ഞാൻ കളവ് പറഞ്ഞതാണ് എന്ന് പറഞ്ഞു. ഞാൻ ഏറ്റവും അവസാനം അവർ വിശ്വസിക്കുന്ന യഹൂദരും ക്രൈസ്തവരും വിശ്വസിക്കുന്ന അവരുടെ തോറയാണെന്ന് അവർ കരുതുന്ന ആ പുസ്തകത്തിൽ നിന്നും ഞാൻ യുദ്ധ നിയമങ്ങൾ എടുത്തിട്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും രാജ്യങ്ങളുമായിട്ട് യുദ്ധത്തിലേർപ്പെട്ടാൽ അവർക്ക് അവിടെയുള്ള പുരുഷന്മാരെ മുഴുവൻ കൊല്ലാനും സ്ത്രീകളെയും കുട്ടികളെയും കൊള്ളയായി പിടിക്കാനും അവർക്ക് അനുവാദമുണ്ട് എന്ന തെളിവ് ഞാൻ വായിച്ചു. എന്ന് വെച്ചാൽ മുസ്ലിങ്ങളുമായി ഖൈബർ യുദ്ധം നടത്തുകയും ഖന്തക് യുദ്ധം നടത്തുകയും ഒക്കെ ചെയ്ത അല്ലെങ്കിൽ ബനൂ ഖുറൈള അടക്കമുള്ള ഈ ആളുകൾക്ക്
അവരുടെ കയ്യിലുള്ള നിയമവും ഇത് തന്നെ ആയിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം യുദ്ധം ചെയ്യാം, പുരുഷന്മാരെ കൊല്ലാം, സ്ത്രീകളെയും കുട്ടികളെയും അടിമകളായി പിടിക്കാം, അവരുടെ വസ്തുക്കൾ കൊള്ളയായി പിടിക്കാം. ആ ആളുകളുമായിട്ടാണ് മുസ്ലിങ്ങളും യുദ്ധത്തിൽ ഏർപ്പെട്ടത്. അങ്ങനെ ആ ചർച്ച അവിടെ അവസാനിച്ചു. അടുത്ത ദിവസം ലിയാഖത്ത് ക്ലബ് ഹൗസിൽ നിന്നും ആ റെക്കോർഡിങ് ഡൗൺലോഡ് ചെയ്യുന്നു. സ്വസ്ഥമായിട്ട് അത് എഡിറ്റ് ചെയ്യാനിരിക്കുന്നു. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിന് ഞാൻ ഈ ക്രൈസ്തവരുടെയും യഹൂദന്മാരുടെയും ഈ തോറയുടെ ഭാഗത്തു നിന്നും ഉദ്ധരിച്ച് പറഞ്ഞ ആ തെളിവ് അദ്ദേഹം നൈസായിട്ട് കട്ട് ചെയ്ത് കളയുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിന് ഞാൻ എന്ത് ചെയ്തിട്ടില്ല, ഉത്തരം പറഞ്ഞിട്ടില്ല. എന്നിട്ട് അദ്ദേഹം ടൈറ്റിൽ കൊടുക്കുന്നു, വിമർശകരുടെ ഒരു ചോദ്യം പോലും ഏശാതെ വിജയശ്രീലാളിതനായി മുഹമ്മദ് ഈസ ഉത്തരമുട്ടി എമുക്കൾ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഒരു സർക്കാസ്റ്റിക് രൂപത്തിൽ അദ്ദേഹം എന്ത് ചെയ്യുന്നു, പ്രസിദ്ധീകരിക്കുന്നു. ഏതാണ്ട് 100,000-ഓളം ആളുകളെ അവിടെ കബളിപ്പിക്കുന്നു. ഇത് അന്ന് തന്നെ ചില ആളുകൾ എന്നെ ശ്രദ്ധയിൽ കൊണ്ടുവന്നെങ്കിലും ഞാൻ ആ വിഷയം ഗൗരവത്തിലെടുക്കാതെ ഈ ലിയാഖത്തുമായിട്ട് അവരത് മറച്ചു വെക്കുന്നെങ്കിൽ അവരെന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ എന്നുള്ള രൂപത്തിൽ ഞാൻ എൻ്റെ ചാനലിൽ ഈ ഭാഗങ്ങളൊക്കെ ഉൾപ്പെടുത്തി ഞാൻ എന്ത് ചെയ്തു, വീഡിയോ പോസ്റ്റ് ചെയ്തു. എന്നാൽ ഇപ്പോൾ ഈ ആവശ്യം വന്ന സമയത്ത് ലിയാഖത്ത് എൻ്റെ ചാനലിൽ കയറി പരിശോധിക്കാതെ അദ്ദേഹത്തിൻ്റെ ചാനലിൽ തന്നെയുള്ള അദ്ദേഹത്തിൻ്റെ വീഡിയോ കണ്ടപ്പോൾ പണ്ട് ചെയ്ത അദ്ദേഹത്തിൻ്റെ ആ കുൽസിത പ്രവൃത്തി മറന്നുപോയത് കൊണ്ട് അദ്ദേഹം വിചാരിച്ചു മുഹമ്മദ് ഈസ ഈ തോറയുമായി ബന്ധപ്പെട്ടൊന്നും പറഞ്ഞിട്ടില്ല, അതൊക്കെ വെറും ബെഡായാണെന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം ഒരു വീഡിയോ ചെയ്തതാണ്. അപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായ സ്ഥിതിക്ക് ഇനിയും ലിയാഖത്തിൻ്റെ ചാനലിലുള്ള മുഹമ്മദ് ഈസയുടെ കുസൃതി എന്ന് പറയുന്ന ആ വീഡിയോ, അതേപോലെ തന്നെ താങ്കൾ മറ്റൊരു വീഡിയോയിൽ പറയുന്നത് പോലെ മുഹമ്മദ് ഈസ ബെഡായി പറഞ്ഞു എന്ന് പറഞ്ഞതിൻ്റെ താഴെ ഒരു തിരുത്തവ് കൊടുക്കണമെന്ന് വളരെ സ്നേഹത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ നമ്മൾ ഗൗരവമായിട്ട് കാണേണ്ട ഒരു വിഷയം, ഈ ലിയാഖത്ത് അലി എന്നെ ഈ ബെഡായി പറഞ്ഞു എന്ന് പറഞ്ഞതോ ഞാൻ തിരിച്ച് അദ്ദേഹത്തിന് തെളിവ് കൊടുത്തതോ അതൊക്കെ ഈ വ്യക്തിപരമായ ചില കാര്യങ്ങൾ അദ്ദേഹം ഒരു അബദ്ധം പറയുന്നു, നമ്മളത് തിരുത്തുന്നു. അതല്ല നമ്മൾ ചർച്ചയിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. നേരെ മറിച്ച് ഇവിടെ നമ്മൾ ഗൗരവമായിട്ട് നമ്മൾ കാണേണ്ട ഒരു വിഷയം, 2021 ഡിസംബർ കാലഘട്ടത്തിൽ പോലും ഈ എമുക്കൾ എന്ന് സ്വയം പേര് സ്വീകരിച്ച് മുർത്തതാണ് ഞാനെന്ന അഭിമാനത്തോടുകൂടി പറയുന്ന ഈ ആളുകൾ, ഇവരുടെ കൂട്ടം, ഇവരുടെ സംഘത്തിൽ ഒരാൾക്ക് പോലും ഈ ലോക ചരിത്രത്തെക്കുറിച്ച് യാതൊരു വിവരവുമില്ലാതെ നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ ലിയാഖത്തും ഷിഹാബുദ്ദീൻ മേത്തറും ഉമ്മറും റൌഫ് ബിൻ ഉമറും ഫഹീമും ഷെറിനും അതേപോലെ തന്നെ ഇവരുടെയൊക്കെ നേതാവായിട്ടുള്ള ഈ ജബ്ബാറും എല്ലാം കൂടെ കിടന്ന് കഷ്ടപ്പെടുന്നത് എന്തിനാ, മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളൊന്നും മുർത്തതാവണം എന്ന് ആഗ്രഹിച്ച് അവർ വലിയ പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഈ അടിസ്ഥാന കാര്യങ്ങൾ പോലും ഇവർക്കൊന്നും അറിയില്ലായിരുന്നു. അത്രത്തോളം പാമരന്മാരായിരുന്നു ഇവരെന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ടാണ് ലിയാഖത്ത് ഇന്ന് അദ്ദേഹത്തിനുള്ള ബോധ്യത്തിലുള്ള അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് പറയുന്നത്, ഞാൻ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു, ഒരു തെളിവ് ചോദിച്ചു, ആ തെളിവ് അങ്ങ് തന്നാൽ പോരായിരുന്നോ എന്നേ അദ്ദേഹം പറയുന്നുള്ളൂ. ആ ചോദ്യത്തിന്റെ പ്രസക്തി എന്തായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നില്ല. മുഹമ്മദ് ചെയ്തതുപോലത്തെ അക്രമം മുഹമ്മദിന്റെ സംഘത്തോട് വേറെ ആരെങ്കിലും ചെയ്തതായിട്ട് തെളിവുണ്ടോ എന്ന് ചോദിക്കല്ലേ ചെയ്തത്. അതിന് നിങ്ങൾ തെളിവ് തന്നോ? കാരണം അദ്ദേഹത്തിന് ഈ ലോക ചരിത്രത്തിൽ ലോക സമൂഹത്തിലെ മുഴുവൻ ആളുകളും അന്ന് സ്ലേവറി നടത്തിക്കൊണ്ട് പോയിരുന്നു എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നുവെങ്കിൽ അദ്ദേഹം നമ്മളോട് ചോദിക്കേണ്ടതില്ല. എന്നാൽ അന്നത്തെ ആ ചോദ്യം എത്രത്തോളം അപ്രസക്തമായിരുന്നു എന്ന് ലിയാഖത്തിന് ഇപ്പോൾ ബോധമുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്, ഞാൻ അങ്ങനെ ഒരു ചോദിച്ചു, അപ്പോൾ ഒരു തെളിവ് വന്നാൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അത് അദ്ദേഹത്തിൻ്റെ ഒരു വാദമായിരുന്നില്ല, അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട സ്റ്റാൻഡ് ആയിരുന്നില്ല എന്നൊക്കെ അദ്ദേഹം സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത്. അന്ന് ലിയാഖത്ത് അലിയും അതേപോലെ മറ്റ് യമുക്കളുമായിട്ടുള്ള ചർച്ച നടത്തിയതിനു ശേഷം പിന്നീട് വീണ്ടും അവരുമായിട്ടൊരു ചർച്ചയ്ക്ക് വരുന്നത് ഈ 2024 കാലത്താണ്. അതിൽ അവർ ഏറ്റവും ഇഷ്ടപ്പെടുന്ന അടിമത്തം പോലുള്ള വിഷയത്തിൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും മുമ്പ് ഞാൻ അവരെ അഭിമുഖീകരിച്ച സമയത്ത് അവർക്കുണ്ടായിരുന്ന ഏറ്റവും വലിയ പോരായ്മ, അവർക്ക് കുറേ ഹദീസുകൾ എടുത്തു വെച്ചിട്ടുണ്ട്, അവർ പ്രവാചകർ യുദ്ധം ചെയ്തതൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്, മാരിയ സംഭവം എടുത്തു വെച്ചിട്ടുണ്ട്, ഇങ്ങനെ കുറേ സംഭവങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിലും പ്രവാചകൻ ആരോടാണ് ഈ റിയാക്ട് ചെയ്യുന്നത് എന്ന് ഇവർ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നില്ല എന്നതുകൊണ്ടാണ് ഞാൻ ഈ സ്ലേവറിയുടെ 3 വിഷയാവതരണത്തിൽ 1-ാം ഭാഗത്തിൽ തന്നെ സ്ലേവറിയുടെ ചരിത്രം അങ്ങ് പറയാൻ തീരുമാനിച്ചത്. മുമ്പ് ഇവർ എന്നോട് ചോദിച്ചത് ഈ മുസ്ലിങ്ങളുമായിട്ട് എതിരിട്ട വേറെ ഏതെങ്കിലും സമൂഹത്തിനുണ്ടായിരുന്നു എന്നാണ് ചോദിച്ചതെങ്കിൽ സകല സമൂഹത്തിനും ഉണ്ടായിരുന്നു. അത് പ്രവാചകന്റെ കാലഘട്ടത്തിലല്ല, അത് ചരിത്രാതീത കാലം മുതൽ ഉണ്ടായിരുന്നു. നമുക്കിന്ന് ലഭ്യമാകുന്ന രേഖകൾ വെച്ച് നോക്കിയാൽ ഈ പറയപ്പെടുന്ന 2100 BC-യിലെ കോഡ് ഓഫ് ഊർണമുവിൻ്റെ കാലം തൊട്ട് പിന്നീട് പുരാതന ചൈനയിലും പുരാതന ഈജിപ്തിലും പുരാതന ഇസ്രയേലിലും അതേപോലെ അസീറിയൻ കിങ്ഡത്തിലും നമ്മുടെ ഇന്ത്യയിലും അതേപോലെ ഗ്രീസിലും ഏൻഷ്യൻ റോമിലും അതിനുശേഷം പ്രവാചകന്റെ കാലഘട്ടത്തിൽ പ്രവാചകനുമായിട്ട് യുദ്ധത്തിലേർപ്പെട്ട ബൈസാൻഡിയൻ സാമ്രാജ്യത്തിനും പേർഷ്യൻ സാമ്രാജ്യത്തിനും യഹൂദന്മാർക്കും ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല മക്ക മുശ്രിക്കുകളായിട്ടുള്ള ആളുകൾക്കും
ഈ പറയപ്പെടുന്ന നിയമം ഉണ്ടായിരുന്നു എന്നൊക്കെയുള്ള തെളിവുകൾ ഞാൻ ആദ്യ വീഡിയോയിൽ അവതരിപ്പിച്ചത്. അത് പിന്നെ മുന്നോട്ട് നീണ്ട് ഈ ലിയാഖത്തലിയുടെയൊക്കെ പ്രസംഗം കേൾക്കുമ്പോൾ കൈയടിക്കുന്ന ഈ ക്രൈസ്തവരായിട്ടുള്ള ആളുകൾ അവരുടെ സഭയുടെ നേതൃത്വത്തിൽ തന്നെ നടന്ന ക്രൂസൈഡുകളിൽ, കുരിശു പോരാട്ടങ്ങളിലും അടക്കം ഈ പറയപ്പെടുന്ന സ്ലേവറി അവർ മെയിൻറ്റെയിൻ ചെയ്തതും, പിന്നീട് ഇവർ ഏറ്റവും കൂടുതൽ ഈ മഹത്വവൽക്കരിച്ച് കാണുന്ന യൂറോപ്യൻസ് ആയിട്ടുള്ള അവരെക്കുറിച്ചിട്ടാണല്ലോ ഇവർ ആധുനികരെന്നും അല്ലെങ്കിൽ വലിയ വിപ്ലവത്തിൻ്റെ ആളുകൾ എന്നൊക്കെ പറയുന്ന ആളുകൾ, അവർ നടത്തിയ ട്രാൻസ് അറ്റ്ലാന്റിക് സ്ലേവ് ട്രേഡിനെ കുറിച്ചും അവിടെ നടത്തിയ കിരാതമായ പ്രവർത്തനങ്ങളെക്കുറിച്ചും എന്ന് മാത്രമല്ല ഇവർക്ക് പലതിലും ഇവരുടെ മാനദണ്ഡമായിട്ടുള്ള ശാസ്ത്രം, ആ ശാസ്ത്രത്തിൻ്റെ വലിയ ആളുകളായിട്ടുള്ള ഐസക് ന്യൂട്ടനും അതേപോലെ തന്നെ ഹെയ്ലിയും അടക്കമുള്ള ഈ യൂറോപ്യൻ സയൻസ് അല്ലെങ്കിൽ മോഡേൺ സയൻസ് ഒക്കെ തന്നെ ഈ സ്ലേവ് ട്രേഡിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് വളർന്നത് എന്ന് തുടങ്ങിയിട്ടുള്ള ഹിസ്റ്ററിയും അടക്കം ഞാൻ ഇവരുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ അടിമത്വവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ചെയ്യുമ്പോൾ അത് ഇസ്ലാമുമായി മാത്രം ബന്ധപ്പെട്ട വിഷയമല്ല, നേരെ മറിച്ച് അത് മുമ്പുണ്ടായിരുന്ന ലോക സാഹചര്യം, അന്നത്തെ സോഷ്യോ പൊളിറ്റിക്കൽ സാഹചര്യങ്ങൾ അങ്ങനെ ആയിരുന്നു എന്ന് കൃത്യമായി ഞാൻ വിവരിച്ചിട്ടുണ്ട്. അതിനുശേഷം എൻ്റെ രണ്ടാമത്തെ വീഡിയോയിൽ ഇവർ ഈ സ്ലേവറി ബാൻ ചെയ്യാനുള്ള ഏറ്റവും വലിയ കാരണം പുതിയതായിട്ടുണ്ടായ ഒരു ജനാധിപത്യ ബോധമാണ്, അല്ലെങ്കിൽ വലിയൊരു മനുഷ്യത്വ ചിന്താഗതിയാണ് എന്നൊക്കെ ഇവർ വാദിച്ചപ്പോൾ ഈ ബാൻ ചെയ്യാൻ കാരണക്കാരായിട്ടുള്ള ഈ എബ്രഹാം ലിങ്കണും അല്ലെങ്കിൽ അതിന് നേതൃത്വം നൽകിയ ആളുകളൊക്കെ അവരുടെ മാനസികാവസ്ഥ എന്തായിരുന്നു, അവരുടെ വംശവെറി എത്രത്തോളം ഉണ്ടായിരുന്നു, അവർ സ്ലേവറിയെ ബാൻ ചെയ്യാനുണ്ടായ നിർബന്ധിത സാഹചര്യം എന്തായിരുന്നു എന്ന് ഞാൻ എണ്ണി ഞാൻ വീഡിയോയിൽ പറഞ്ഞു. അതോടൊപ്പം ഇസ്ലാമിക നിയമപ്രകാരം ഈ അടിമത്തം എന്ന് പറയുന്നത് മുസ്ലിങ്ങൾക്ക് നിർബന്ധമായ കാര്യമല്ല, നേരെ മറിച്ച് അത് ജായിസാണ്, അത് അനുവദനീയമാണ്. എന്ന് വെച്ചാൽ അവർക്ക് ചില സാഹചര്യങ്ങൾ ചെയ്യേണ്ട ഒരു സന്ദർഭമുണ്ടെങ്കിൽ അത് ചെയ്യാം, അത് ഒഴിവാക്കേണ്ട സാഹചര്യമുണ്ടെങ്കിൽ അത് ഒഴിവാക്കാം. അങ്ങനെയെങ്കിൽ ഈ പറയപ്പെടുന്ന ആധുനിക സാഹചര്യത്തിൽ ഈ അടിമ നിരോധനത്തിലേക്ക് ലോക സമൂഹം മുഴുവൻ മാറുമ്പോൾ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിലേക്ക് മാറുന്നതിന് യാതൊരു തടസ്സവുമില്ല. കാരണം ഇസ്ലാം അടിമമോചനത്തിനാണ് പ്രോത്സാഹനം നൽകിയത് എന്ന് ഞാൻ എൻ്റെ മൂന്നാമത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു വെച്ചു. എന്നാൽ ഇതിനോട് ലിയാഖത്തലി നടത്തിയിരിക്കുന്ന പ്രതികരണങ്ങൾ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ വളരെ ബാലിശവും അതേപോലെ തന്നെ നിലവാരമില്ലാത്തതുമാണ് എന്നാണ് എൻ്റെ വിലയിരുത്തൽ. അത് ഏതൊക്കെ കാര്യങ്ങളിലാണ് എന്ന് അടുത്ത ദിവസങ്ങളിൽ വളരെ കൃത്യമായി എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പൊതുസമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കാമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാര്യങ്ങൾ കൃത്യമായി വിലയിരുത്തുകയും ഏറ്റവും നല്ലത് മുറുകെ പിടിക്കണമെന്ന് വളരെ സ്നേഹത്തിൽ എൻ്റെ ശ്രോതാക്കളോട് ഞാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.